നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കാണാതെ കഴിഞ്ഞ ദിവസം ഒക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം ഞാൻ അറിയിക്കുന്നു, നിങ്ങളോട് സ്നേഹം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ആരൊക്കെ ഇന്ന് വീഡിയോ കാണാൻ തയ്യാറായിട്ട് ഇരിപ്പുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഐ ആം റെഡി എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സ്, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിത്തരാൻ നമ്മളെ സഹായിക്കുന്ന നമ്മളുടെ യൂണിവേഴ്സ് നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ, നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പുറകെ പൊക്കോളൂ, അതിനുവേണ്ടി പ്രവർത്തിച്ചോളൂ, ഞാൻ അതെല്ലാം നടത്തി തരും, ഞാൻ കൂടെ ഉണ്ട് എന്നറിയിക്കാൻ കുറച്ച് സൂചനകൾ നമുക്ക് തരും കേട്ടോ. അപ്പം നിങ്ങൾ റൈറ്റ് പാതയിലാണ്, അല്ലെങ്കിൽ നേരായ മാർഗത്തിലാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു, നിങ്ങൾ ഇതേ രീതി പിന്തുടർന്നോളൂ എന്നൊക്കെ നമുക്ക് കാണിച്ചു തരാനായിട്ട് കുറച്ച് സൂചനകൾ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരും. അപ്പം നമുക്ക് അത് പല സാഹചര്യങ്ങളിലൂടെയാണ് പറഞ്ഞു തരുന്നത്. പക്ഷേ നമുക്കത് പലപ്പോഴും മനസ്സിലാക്കാറില്ല, നമുക്കതിനെപ്പറ്റി അറിവില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാറില്ല എന്നതാണ് സത്യം. അപ്പം ഞാൻ അങ്ങനെയുള്ള കുറച്ച് സൂചനകളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ കാണാൻ തയ്യാറല്ലേ? ആണെങ്കിൽ ഐ ആം റെഡി യെസ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത് പലരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതാണ് നമ്പേഴ്സ്, ഏഞ്ചൽ നമ്പേഴ്സ് കാണുക എന്നുള്ളത്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊന്ന് ഫോൺ എടുത്ത് സമയം നോക്കുവാണ്, അതിൽ കാണുന്നത് നിങ്ങൾ 11 എന്ന നമ്പറാണ്. അതായത് 11 മണി 11 മിനിറ്റ് ആ ഒരു രീതിയിൽ നിങ്ങൾ 11 എന്ന നമ്പർ കാണുക. അതുപോലെ തന്നെ ഏതോ നമ്പരും ആയിക്കോട്ടെ കേട്ടോ, ഇതേ രീതിയിൽ ഒരു 3 തവണയോ അല്ലെങ്കിൽ ഇപ്പം 11 12 ആയിക്കോട്ടെ, എങ്കിൽ പോലും 3 ഒന്നുണ്ടല്ലേ അടുപ്പിച്ച് അല്ലേ. അപ്പോൾ അതേപോലെ നിങ്ങൾ 999 666 അല്ലെങ്കിൽ 4 പ്രാവശ്യം ഒരേ 4 കാണുക, 4444 എന്ന് കാണുക, 2222 എന്ന് കാണുക. അതേ രീതിയിൽ നമ്പേഴ്സ്, റിപ്പീറ്റഡ് നമ്പേഴ്സ് നിങ്ങൾ എവിടെയെങ്കിലും പോസ്റ്ററിലോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ചിലപ്പോൾ നിങ്ങൾ യാത്രയിലായിരിക്കാം, ആ സമയത്തായിരിക്കും നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള വണ്ടിയുടെ നമ്പർ ചിലപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും, ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഒരേ നമ്പർ പിന്തുടർന്ന് അതേ രീതിയിൽ 333 444 അതേ രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു റിപ്പീറ്റഡ് ആയിട്ട് നമ്പേഴ്സ് വരുന്ന രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശരിയായ രീതിയിലാണ് പോകുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണോ അത് നടക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു നമ്പർ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ജോലിയാണെങ്കിൽ 100ൽ 90% ആ ജോലി നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ആ ഒരു രീതിയിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവുമായിക്കോട്ടെ, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആഗ്രഹത്തെപ്പറ്റി പിന്തുടർന്ന് നിങ്ങൾ അതിനുവേണ്ടി യൂണിവേഴ്സിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നു, ആ ഒരു സമയത്ത് നിങ്ങൾ ഈ നമ്പർ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കാര്യം നടക്കും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഉറക്കം ഉണരുന്നത് ഒരു 2-3 മണിക്ക് അല്ലെങ്കിൽ രാത്രിയിൽ നിങ്ങൾ നല്ല ഉറക്കത്തിലായിരിക്കും, പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. പലപ്പോഴും നമ്മൾ വിചാരിക്കും എന്തെങ്കിലും നെഗറ്റീവ് എനർജിയൊക്കെ ആയിരിക്കും ഇങ്ങനെ നമുക്ക് ഉറക്കം വരാതെ കിടക്കുന്നത്, അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? നല്ല ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണരുക, പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതിനൊരു സൈനാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അതല്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഭയവും എന്തൊക്കെയോ ഒരു ചിന്ത, അങ്ങനെ അത് നെഗറ്റീവായിട്ടൊരു എനർജിയാണ്. ഇതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഉറങ്ങി നിങ്ങൾ വളരെ സമാധാനത്തിൽ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രണ്ടിൽ എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം വെച്ചിട്ടുണ്ടാവാം, ആ സമയത്ത് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി ഉണരുന്നു പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, ആ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇനി ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നു കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്യണം കേട്ടോ. ഒരു റീല് പോലെ, നമ്മളിങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ റീൽസ് കാണുകയില്ലേ എന്ന് പറയുന്ന പോലെ
നിങ്ങളൊരു ഒരു 3-4 ഒരു സെക്കൻഡിൽ നിങ്ങളുടെ ആ ഒരു അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾ ആ ഒരു സമയത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് അപ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നിങ്ങൾ ഉറങ്ങാതിരിക്കുന്ന ആ സമയത്ത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആ ഒരു ആഗ്രഹം നേടിക്കഴിഞ്ഞതായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. യൂണിവേഴ്സിന് നന്ദി പറയുക. ഇക്കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. നിങ്ങൾ ഏതൊക്കെ സമയത്ത് ഉണരുന്നോ, ഉറക്കത്തിൽ നിന്ന് ഏതൊക്കെ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഉണരുന്നോ ആ സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇനി ഒരു 4 മണിക്ക് ശേഷമാണ് നിങ്ങൾ ഉണരുന്നതെങ്കിൽ ഉറപ്പായിട്ട് പിന്നെ ഉറങ്ങേണ്ട ആവശ്യമില്ല. മെഡിറ്റേഷൻ ചെയ്യാം, വിഷ്വലൈസേഷൻ ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. 4 മണിക്കൊക്കെ ശേഷം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമ്മൾ ഭയങ്കര എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ ഉറങ്ങുമ്പം ഭയങ്കരമായിട്ട് നമുക്കൊരു എന്താ പറയുക, രാവിലെ എഴുന്നേക്കാൻ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നിങ്ങൾ 2 മണിക്കോ 1 മണിക്കോ ഒക്കെയാണ് ഇതേപോലെ ഉണരുന്നതെങ്കിൽ നിങ്ങൾ ആ വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് ഒരു റീൽ പോലെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഉറങ്ങാം. ഒരുപാട് സമയം അങ്ങനെ നമുക്ക് രാത്രി ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്ത് ഹാപ്പി ആയിട്ട് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഉറങ്ങാം കേട്ടോ. 4 മണി 5 മണിക്കൊക്കെ ആണെങ്കിൽ പരമാവധി ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അഫർമേഷൻ പറയാനുള്ളൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ ഡിലേ ആക്കുന്നുണ്ട്, കുറച്ച് തിരക്കുകളിലൊക്കെ ആയിപ്പോയി. അതിന് കുറച്ച് സമയം വേണം അത് റെക്കോർഡ് ചെയ്യാനൊക്കെ. അപ്പം ഈ വരുവാഴ്ച തന്നെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അന്നത്തെ ദിവസങ്ങളിൽ ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റിയാണെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം കേട്ടോ. നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫംഗ്ഷന് പോകണം, അതിൽ നിങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ട് പോകുന്നു, നിങ്ങളുടെ ആ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ, അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ പോണോ വേണ്ടയോ എന്നുള്ള ആ ഒരു മടി കൂടാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ വിഷ്വലൈസേഷൻ രാത്രിയിൽ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന എന്ത് കാര്യമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്, എത്രയും പെട്ടെന്ന് നടക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നത്, അതൊന്നുകൂടെയും ചിന്തിക്കുക. അതിന് ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ആ സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കും കേട്ടോ ഇങ്ങനെയുള്ള ചിന്തകൾ. 3ാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുക എന്നുള്ളതാണ് കേട്ടോ. അതായത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു, നിങ്ങൾ യഥാർത്ഥ പാതയിലാണ്, നേരായ പാതയിലാണ് ഇപ്പം സഞ്ചരിക്കുന്നത് എന്നതിനെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നൊരു സൈനാണ് നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുക എന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒക്കെ എനിക്ക് ഇന്നത് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എനിക്ക് സഹായിക്കണം, കുറച്ച് പൈസ ആയിക്കോട്ടെ അത് ആ രീതിയിൽ എനിക്ക് സഹായിക്കണം. ഞാനിപ്പം നേരായ പാതയിലായതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ ചെറിയ ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം എന്നൊക്കെ ഒരുപാട് റെസ്പോൺസ് വന്നു കേട്ടോ. ഒരുപാട് സ്നേഹമുണ്ട് എല്ലാവരോടും. അപ്പം അതിനെല്ലാവരും കുറേ പേരൊക്കെ പറഞ്ഞത് അത് ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും വലിയ ഗിഫ്റ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുക, അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷം മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് വഴി നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് എന്നതിനൊരു സൈനാണ് കേട്ടോ. ചിലരൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എന്തൊക്കെ കിട്ടിയാലും അവരുടെ പരാതികളും തീരുന്നില്ല, പരിഭവങ്ങളും തീരുന്നില്ല, തികയത്തുമില്ല. അങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കുടുംബത്തിൽ തന്നെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെ കിട്ടിയാലും അവരുടെ പരാതി തീരുകയില്ല. അവർക്ക് ഇനിയും വേണം. അത് ആഹാര സാധനമായിക്കോട്ടെ, ഡ്രസ്സായിക്കോട്ടെ, ചെരുപ്പുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അത്യാവശ്യം നമ്മൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും കൂടുതലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഉള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം കേട്ടോ. അതുവഴി നമുക്ക് പ്രപഞ്ചം കൂടുതൽ നന്മകൾ തരത്തേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ എത്ര കിട്ടിയാലും ഒരു ആർത്തി പോലെ അത് പോരാ എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക സ്ഥിതി നല്ലതല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുക, നമ്മൾക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതേപോലെ മറ്റുള്ളവരെ സഹായിക്കാനും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം കിട്ടുമ്പം, അല്ലെങ്കിൽ ഇന്നൊരു ജോലി കിട്ടുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണം, അങ്ങനെ സഹായ മനോഭാവം അല്ലെങ്കിൽ നന്മകൾ ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കും, നിങ്ങളുടെ ധൈര്യമായിട്ടിരിക്കൂ എന്നതാണ്. നിങ്ങളുടെ ആ ഒരു മാനസിക ആ ഒരു ചിന്തയില്ലേ, മനസ്സിൽ തോന്നുന്ന ആ ഒരു ചിന്ത കൊണ്ട് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന വലിയൊരു കാര്യം ഇതാണ് കേട്ടോ. അപ്പം അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നു. യൂണിവേഴ്സും നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ തരും എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഉത്തമ ഒരു സൂചനയാണ്
മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുക എന്നുള്ളത്. എല്ലാം എനിക്ക് എന്ന് പറയുന്നതിന് പകരം മറ്റുള്ളവർക്കും കൂടി കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി മറ്റുള്ളവരും കൂടെ സന്തോഷിക്കട്ടെ, അവർക്കും കൊടുക്കാൻ പറ്റണം എന്ന് അത് കിട്ടുന്നതിന് മുമ്പേ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും, നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റിയിരിക്കും. അതാണ് കേട്ടോ യൂണിവേഴ്സ് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പലരും ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും ഇതെന്നെ ഇങ്ങനെ, ഞാൻ എന്ത് ചിന്തിച്ചാലും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആകുന്നതിന് മുമ്പേ എനിക്ക് പലപ്പോഴും, ഞാൻ കുഞ്ഞുനാൾ മുതലേ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ, ചില മാർക്കൊക്കെ നമ്മൾ ഒരു എക്സാം ടെസ്റ്റ് പേപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മാർക്ക് പറയാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു, എന്നിട്ട് ഇത് കരിനാക്കാണോ എന്ന് പറഞ്ഞിട്ട് എന്നോട് നാക്ക് നീട്ടാനൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നാക്കിൻ്റെ സൈഡ് ചെറിയൊരു ഇങ്ങനെ ബ്ലാക്കിൻ്റെ ഒരു കുത്തായിട്ടുണ്ട്. അപ്പം എല്ലാവരും പറയും ഇവളുടെ കരിനാക്ക്, ഇവളെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതേപടി സംഭവിക്കും. പക്ഷേ എനിക്കത് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഓരോ പിള്ളേരൊക്കെ, കുട്ടികളൊക്കെ 7ലും 8ലൊക്കെ പഠിക്കുമ്പോൾ അന്നൊക്കെ നമുക്ക് അത്രയ്ക്കും എന്താ പറയുക, ചിന്തിക്കാനുള്ള അത് അത്രയ്ക്ക് ബോധമില്ലല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ഒന്ന് ചോദിക്കേണ്ടി, നീ ഇതൊന്ന് പറയടി, അത് നീ പറഞ്ഞാൽ കറക്റ്റായിട്ട് നടക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ ഞാൻ പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കുമോ തോക്കുമോ, ഞാൻ വെറുതെ പറയുന്നതായിരിക്കും, എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറയുന്നതായിരിക്കും. ചിലപ്പോൾ ഞാൻ പറയും നീ തോക്കുമോടി, ഇന്ന വിഷയത്തിന് നീ തോക്കുമോ എന്നൊക്കെ പറയുമ്പം അതേപടി സംഭവിക്കും കേട്ടോ. അതേപോലെ തന്നെ ഞാൻ എൻ്റെ മാർക്ക് കറക്റ്റായിട്ട് ചില സമയമൊക്കെ ഒരു 2 അക്കം വിട്ടിട്ട്, അല്ലെ 35-നും 40-നും ഇടയ്ക്കായിരിക്കും എൻ്റെ മാർക്ക് എന്നൊക്കെ ഞാൻ വെറുതെ പറയും. പക്ഷേങ്കിൽ അത് കറക്റ്റായിട്ട് സംഭവിക്കും. അപ്പം ഇവരൊക്കെ എന്നോട് വന്ന് ചോദിക്കും കേട്ടോ, നിന്റെ കരുനാക്കാണോ, ഒന്ന് കാണിച്ചേന്ന്. അതേപോലെ നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടാകാം അല്ലേ? അതേപോലെ തന്നെയാണ് ഒരു കാര്യമാണ് ചില സംഭവങ്ങൾ. ചിലപ്പോൾ നമ്മളൊരു ഫംഗ്ഷന് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആരെയും മീറ്റ് ചെയ്യുന്നതായിരിക്കാം, നമ്മുടെ പഴയ കൂട്ടുകാരെയൊക്കെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു കാണുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആ ഒരു സന്ദർഭം മുൻപേ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പോലെ ഒരു ഫീലിംഗ്, അതായത് നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് ഇപ്പം ചിലപ്പോൾ നിങ്ങൾ അപ്പം കണ്ടതായിരിക്കാം, പക്ഷെ ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പേ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നൊന്നും എനിക്ക് ഇതിൻ്റെ കാര്യം അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മൾ കണ്ടിരിക്കുക, പക്ഷെ അത് മുൻപേ അനുഭവിച്ചിട്ടുള്ള ഒരു അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നിരിക്കും കേട്ടോ. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം നടന്നു കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ആഗ്രഹം നടന്നു കിട്ടിയതായിട്ട് എനിക്ക് നേരത്തെ അറിയാവുന്നത് പോലെ, അല്ലെങ്കിൽ അത് ഞാൻ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരവസ്ഥ നിങ്ങളുടെ മനസ്സിൽ തോന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് അത് നടത്തി തന്നു എന്ന് വേണം കേട്ടോ മനസ്സിലാക്കാനായിട്ട്. ഇത് പലപ്പോഴും പലർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. ചിലരൊക്കെ നെഗറ്റീവായ കാര്യങ്ങൾ ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ചിലർ വിചാരിക്കും ഇപ്പം ക്ലോക്ക് താഴെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ചിലപ്പോൾ അത് കേടായി പോകുന്നതായിട്ട് അവർക്ക് മനസ്സിൽ തോന്നും. പക്ഷെ അവരാരോടും പറയുകയില്ല. എന്നിട്ട് അത് സംഭവിച്ചു കഴിയുമ്പം കൂടെയുള്ള വീട്ടിലുള്ള ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ ആരാണോ കൂടെയുള്ള അവരോട് ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരാണെങ്കിലും അവർ പറയും, അയ്യോ ഇത് ഞാൻ കുറച്ച് മുമ്പ് ഇത് ഞാൻ വിചാരിച്ചതായിരുന്നു, അതേപോലെ സംഭവിച്ചു, ഇതെന്താ സംഭവം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ഫീലിങ്സ്, അതായത് ചിലപ്പം ഒരു വീഴുന്നതാകാം, നമ്മൾ തെന്നി വീഴുന്നതായിട്ട് നമുക്ക് തോന്നുക. ഞാൻ ഈ വഴി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടന്നു പോയി കഴിഞ്ഞാൽ ഞാൻ വീഴും. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പം അതേ സ്ഥലത്തൂടെ മറ്റൊരാൾ വന്നിട്ട് വീഴുന്നതായിട്ട് നിങ്ങൾ കാണുക. അപ്പം നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിക്കുന്നത്? അയ്യോ ഞാൻ കുറച്ച് മുമ്പ് ഇത് വിചാരിച്ചതാണല്ലോ, ഞാൻ വീഴുന്നതായിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു, പക്ഷെ അത് അതേപോലെ സംഭവിച്ചു. പക്ഷെ നിങ്ങൾ ആരോടും അത് പറഞ്ഞുമില്ല, നിങ്ങളത് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ആ ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ പറയുകയില്ല, അയ്യോ നടക്കല്ലേ വീഴും എന്ന് പറയുകയില്ല. പക്ഷെ അതേ ഇൻസിഡൻറ്റ് സംഭവിക്കുക. ഇങ്ങനൊരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തോന്നലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതിന് ഒരു സൈനാണ് കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനൊരു തോന്നലുകൾ ഉണ്ടാകുന്നു, അത് തന്നെ സംഭവിക്കുന്നു. അതായത് നിങ്ങൾ എന്ത് ചിന്തിച്ചാലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാലും അത് തന്നെ സംഭവിക്കുന്നു. അപ്പം നമുക്കുള്ളിലൊരു ഭയം തോന്നുന്നു. ഇങ്ങനൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ
ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ, ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നതോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ബോധപൂർവം നിങ്ങൾ അപ്പം തന്നെ കൺട്രോൾ ചെയ്യണം കേട്ടോ. ആ ഒരു ചിന്തയെ ഉപേക്ഷിച്ചുകൊണ്ട്, ആ ചിന്തയെ വിട്ടുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നടക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചിന്തിച്ച് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അത് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. നെഗറ്റീവായിട്ടൊരു ചിന്ത വരുമ്പം അത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നെഗറ്റീവായ ചിന്തയെ ഉറപ്പായിട്ടും പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുകയും അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിഷമമാവുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് സംഭവിക്കാത്ത രീതിയിലേക്ക് നിങ്ങൾ മനഃപൂർവ്വം തന്നെ അതിനെ ഇഗ്നോർ ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെപ്പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. ഇങ്ങനെ ഒരുപാട് സമ്പാദ്യം, പണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മറ്റുള്ള വ്യക്തികളെക്കാളും കൂടുതലായി ഇങ്ങനെ ഒരു 6th സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇതൊക്കെ അട്രാക്ട് ചെയ്യാനും നേടിയെടുക്കാനും യൂണിവേഴ്സ് സഹായിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ ആ വൈബ്രേഷൻ ലെവല് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് നെഗറ്റീവായ ചിന്തകൾ ചിന്തിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതെ ഈ ഒരു വൈബ്രേഷൻ ലെവല് ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ കഴിവുകൊണ്ട് വൈബ്രേഷൻ ലെവല് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാനും, നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ വാങ്ങാനും, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ച് നിങ്ങളുടെ ആ ഒരു കഴിവ് കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് യൂണിവേഴ്സ് തരുന്ന ഒരു സൈനാണ് കേട്ടോ. അപ്പം വരാനിരിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുക എന്നുള്ളത് ഒരു 6th സെൻസ് എന്നൊക്കെ പറയുകയല്ലേ, അതാണ് യൂണിവേഴ്സ് പറയുന്ന ഒരു സൂചനയാണ് കേട്ടോ. നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന, നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കേട്ടോ. ഇത് മാനിഫെസ്റ്റേഷൻ ആ ഒരു പവർ, അല്ലെങ്കിൽ അവരുടെ എനർജി ലെവല്, വൈബ്രേഷൻ ലെവല് വളരെ ഹൈ ആയിട്ടുള്ള ആളുകൾക്കാണ് ഇങ്ങനെയുള്ള സൂചനകളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ലക്കിയാണ് കേട്ടോ. ഇതേപോലെയുള്ള സൂചനകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. യൂണിവേഴ്സിനോട് നിങ്ങൾ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്നതിന് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ സൂചനകളാണ് യൂണിവേഴ്സ് തരുന്ന സൂചനകളാണ് ഇതൊക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ 4 പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ശരിയായ പാതയിലാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ എന്നാണ് യൂണിവേഴ്സ് ഈ 4 സൂചനകളിലൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നമ്മൾ മിക്കപ്പോഴും കാണുന്നുണ്ടാവും അല്ലേ. നമ്മളിതിനെ ഈ ഒരു നമ്പർ നമ്മളിങ്ങനെ ഒരു കൗതുകം പോലെ അതിനെ ഇങ്ങനെ നോക്കും. നമ്മൾ 3 നമ്പർ അല്ലെങ്കിൽ 111 എന്ന് കണ്ടു. അപ്പം നമുക്കൊരു കൗതുകം നമ്മളുടെ മനസ്സിൽ തോന്നുമെങ്കിലും അതിന് പുറകിലുള്ള ആ ഒരു മാജിക്, അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാഞ്ഞിട്ടാവാം നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങ് വിടുന്നത്. അപ്പം നിങ്ങൾ ഇനി നമ്പരൊക്കെ ഇങ്ങനെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹത്തെപ്പറ്റി ചിന്തിക്കുക. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾ ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാനായിട്ട് കാരണമാകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ അല്ലേ? കാരണം നമ്മളിങ്ങനെ അറിഞ്ഞിരുന്നിട്ട് നമ്മളിങ്ങനെ ഓരോ നമ്പേഴ്സും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കാൻ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കൂടുതലായിട്ട് യൂണിവേഴ്സിൻ്റെ കൂടെയുണ്ട്, എൻ്റെ ആഗ്രഹം നടക്കും അല്ലേ. നമ്മളുടെ ആ ഒരു മനസ്സിലെ ദൃഢത അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം തീവ്രമാകാനൊക്കെ ഇത് കാരണമാകും. അപ്പോൾ എല്ലാവരും ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിസ്സാരമാക്കി കളയാതെ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുമ്പം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. വളരെ പോസിറ്റീവായിട്ടിരുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നന്മകൾ, കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ, നല്ല ജീവിതത്തിൻ്റെ മെച്ചപ്പെടൽ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പിന്നെ ഒരുപാട് പേര് വീട് എവിടെയാണ്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളുടെ ചാനലിൽ ഒരു 10K 10,000 സബ്സ്ക്രൈബേഴ്സ് ആകുന്ന അന്ന് ഞാൻ, അല്ലെങ്കിൽ ആ ഒരു സമയത്തോടടുപ്പിച്ച് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പം ഞാൻ എൻ്റെ ഒരു Q&A, അതായത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ, എന്നെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിടുക. ഇപ്പം വേണേലും എഴുതിയിടാം കേട്ടോ. ഈ കമൻറ്റിൻ്റെ താഴെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്കറിയാനുള്ള ആഗ്രഹങ്ങൾ, എന്നെപ്പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ 10K ആയി കഴിയുമ്പം ഞാൻ അതിനായിട്ട് പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സത്യമാണ്, നിങ്ങൾ എന്നും കാണുന്നൊരു മുഖം, അപ്പം എന്നെപ്പറ്റി അറിയാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാകും. ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ് താമസം,
എന്നെപ്പറ്റി കൂടുതൽ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയണമെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പം അറിയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് താഴെ കമൻ്റായിട്ട് ചെയ്യുക. ആരും ചീത്ത വിളിക്കൊന്നും ചെയ്യല്ലോ കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമാകും കേട്ടോ. നിങ്ങളിങ്ങനെ ചീത്ത 1-2 പേരൊക്കെ ഇങ്ങനെ ചീത്ത മെസ്സേജൊക്കെ അയക്കുമ്പോൾ എനിക്ക് ഭയങ്കര കാണുമ്പോൾ ഒരു വിഷമം. കാരണം ഞാനങ്ങനെ മറ്റൊരാളെ വേദനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. അപ്പോൾ എനിക്കങ്ങനെ ആ ഒരു രീതിയിലൊരു റെസ്പോൺസ് ശരിയാണ്, സോഷ്യൽ മീഡിയയാണ്, ആ ഒരു രീതിയിലൊക്കെ കമൻറ്റ് കാണുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരും നിങ്ങൾക്ക് കണ്ടിട്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, വെറുതെ കമൻറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കാതിരിക്കുക അല്ലേ. കാണുന്ന എനിക്കും മറ്റൊരാൾ വായിച്ചാൽ കമൻറ്റ് വായിക്കുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ട്. വളരെ പച്ചയായ ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഒരുപാട് എന്താ പറയുക, ഭയങ്കര ആർഭാടമൊന്നും കാണിച്ച് അങ്ങനെ വീഡിയോ ചെയ്യാനും, നോർമലി ഒരു മനുഷ്യൻ എങ്ങനെയാണോ അതേ രീതിയിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്തുക്കളാണ് എല്ലാവരും. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയാണ് ഞാൻ കാണുന്നത്. ഞാൻ നിങ്ങളെ നേരിട്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അത് എത്ര പേർക്ക് മനസ്സിലാകും എന്നെനിക്കറിയില്ല. മനസ്സിലാക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന്, സ്നേഹമുള്ളവരൊക്കെ ഒന്ന് റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. ബൈ.